വിദ്യാസാഗർ ഗുരുമൂർത്തി, ദേവസ്വം ബെഞ്ചിന്റെ അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങുന്ന ഈ അന്വേഷണം എങ്ങനെ അവസാനിക്കും? എന്താണ് താങ്കളുടെ പ്രതീക്ഷ ഇക്കാര്യത്തിൽ? എന്റെ പ്രതീക്ഷ, ഇവരിത് ഇലക്ഷൻ ടൈം വരെ സർക്കാരിന് വലിയ കോട്ടമില്ലാതെ ഉരുട്ടി ഉരുട്ടി കൊണ്ടുപോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇത് എവിടെയും തട്ടാതെ ഈ അന്വേഷണത്തിൽ സത്യം പറഞ്ഞാൽ തന്ത്രിക്ക് പോയിട്ടുള്ള തന്റെ സത്പേര്, അല്ലെങ്കിൽ തന്ത്രിയെ പറ്റി ഉണ്ടാക്കിയെടുത്തൊരു ദുഷ്പേര് കുറച്ചു കാലം കൂടി ഈ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കും എന്ന് അത് തന്ത്രി അറിഞ്ഞോ അറിയാതെയോ, ഞാൻ അങ്ങനെ ഇപ്പോഴും പറയാൻ കാരണം, പോറ്റി എന്ന വ്യക്തി ഒരു ദുസ്വാധീനം ശബരിമലയിൽ നേടിയെടുത്തപ്പോൾ തന്ത്രി തീർച്ചയായിട്ടും അത് വിജിലന്റ് ആയിട്ട് നോട്ട് ചെയ്യണമായിരുന്നു. അതിൽ നിന്ന് അദ്ദേഹത്തിന് ഒഴിഞ്ഞു മാറാൻ മനസാക്ഷിക്ക് സാധിക്കില്ല. അപ്പൊ ഞാൻ പറയുന്നത്, ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ ഒരു കളങ്കിതനായ വ്യക്തി നിരന്തരം അവിടെ എല്ലാ അകത്ത് ഇടപെട്ടാൽ അവിടുത്തെ ആള് ചോദിക്കില്ലേ, അവിടുത്തെ വികാരി അച്ഛൻ ചോദിക്കില്ലേ, നിങ്ങൾ എന്തിനാ അവിടെ തിരിഞ്ഞളിക്കാൻ ചോദിക്കില്ലേ? അപ്പൊ അത്തരത്തിലുള്ള ഒരു പ്രതികരണം നമ്മുടെ ഹിന്ദു ക്ഷേത്രങ്ങളിൽ പലതും നടക്കുന്നില്ല. കാരണം ഇവിടെ ബോധമില്ലാത്തൊരു കൂട്ടം ആളുകളാണ് ഇവിടെ കൈകാര്യം. എല്ലാവർക്കും പണം ആ ദേവതയല്ല, പണത്തിന് ചുറ്റുമാണ് ദേവസ്വം ബോർഡും മറ്റുള്ളവരും നിൽക്കുന്നത്. അതിനൊരു മാറ്റം വരാൻ ഇതൊരു നല്ല അവസരമായിട്ട് എടുക്കണം. SIT എങ്ങും എത്താൻ പോകുന്നില്ല. മന്ത്രി നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ അറസ്റ്റിലാൻ പോകുന്നില്ല. കാരണം ഇലക്ഷനാണ് വരുന്നത്. പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുന്നിടത്തോളം, മുഖ്യമന്ത്രി മാത്രമല്ല ആഭ്യന്തരമന്ത്രി ആയിരിക്കുന്നിടത്തോളം കാലം ഒരു കാരണവശാലും ഈ കേസിൽ യഥാർത്ഥ പ്രതികൾ പിടിക്കപ്പെടാൻ പോകുന്നില്ല. ഈ അന്വേഷണ സംഘത്തെ വെച്ച് നമുക്ക് കരണീയമായ മറ്റൊരു കാര്യം, നമുക്ക് പിണറായി വിജയനോടും അദ്ദേഹത്തിന്റെ ഗവൺമെന്റിനോടും ഇത്രയധികം എതിർപ്പുണ്ടെങ്കിൽ, ആത്മാർത്ഥതയുണ്ടെങ്കിൽ, നാം ആദ്യം ചെയ്യേണ്ടത് ഈ അന്വേഷണത്തിലേക്ക് കുറെ കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു കേന്ദ്ര ഏജൻസിയെ സ്വതന്ത്രമായി കൊണ്ടുവന്നാൽ മാത്രമേ ഇത് തെളിയുകയുള്ളൂ. പക്ഷെ അതിനാര് മുൻകൈ എടുക്കും എന്ന് മാത്രമാണ് ബാക്കിയുള്ള ചോദ്യം.